ഹായ് ഹലോ, പത്തരമാറ്റിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം കാണിക്കുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന രണ്ട് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന പൂവാലന്മാരെയാണ്. അപ്പോൾ അതുവഴി പോലീസ് ജീപ്പിൽ പാസ് ചെയ്യുന്ന നന്ദു ഇത് കാണുകയും പിന്നെ വണ്ടി നിർത്താൻ പറയുന്നുമുണ്ട്. എന്നിട്ട് നന്ദു ഇറങ്ങി ചോദിക്കുന്നുണ്ട് എന്താ ഇവിടെ സംഭവമെന്ന്. അന്നേരം ആ പെൺകുട്ടികൾ പറയുന്നുണ്ട് ഇവന്മാരുടെ കൂടെ ഞങ്ങളോടും ഈ വണ്ടിയിൽ കയറാൻ പറയുകയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് അയ്യോ, ഈ ബൈക്കിൽ രണ്ടുപേർക്കല്ലേ കയറാൻ പറ്റുകയുള്ളൂ, പക്ഷേ ഈ ജീപ്പിൽ കുറേ പേർക്ക് കയറാൻ പറ്റും, നിങ്ങൾ ആ ജീപ്പിലോട്ട് കയറും മക്കളെ എന്ന് പറയുന്നുണ്ട് ആ പിള്ളേരോട്. അന്നേരം ആ പിള്ളേർക്ക് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഒരബദ്ധം പറ്റിയതാണ്, ഞങ്ങളോട് ക്ഷമിക്കും സാർ, ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചെയ്യരുത്, ചെയ്താൽ നിങ്ങൾ രണ്ടുപേരും അകത്ത് കിടക്കേണ്ടി വരും. അങ്ങനെ അവന്മാർ അവിടുന്ന് പേടിച്ച് വണ്ടിയും എടുത്ത് പോകുന്നുണ്ട്. പെൺകുട്ടികൾക്ക് സന്തോഷമാകുന്നുണ്ട്. പിന്നെ നന്ദു ജീപ്പിൽ കയറി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. പോലീസ് സ്റ്റേഷനിൽ ആണെങ്കിൽ നമ്മുടെ വേണുവിൻ്റെ ഏവതിയും നന്ദുവിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാനായി വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള ASI കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം പറയുന്നുണ്ട് ഇവിടെ ഒരു പുതിയ SI ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്നുണ്ട്, എങ്ങനെയുള്ള ആളാണ് എന്നൊന്നും അറിയില്ല, അദ്ദേഹം വന്നാൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിനോട് പറഞ്ഞോളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ വന്ന് പറയുന്നുണ്ട് സാർ SI സാർ വന്നു എന്ന് പറയുകയാണ്. ഓ വന്നു എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ASI അവിടുന്ന് എഴുന്നേറ്റ് പോയി ഒരു ബൊക്കയുമായിട്ട് അവർ സ്വീകരിക്കാൻ പോകുന്നുണ്ട്. അതിലിടയ്ക്ക് വേണു പറയുന്നുണ്ട് നമുക്ക് സപ്പോർട്ടായി നിൽക്കുന്ന ഒരു SI ആയാൽ മതിയായിരുന്നു, അങ്ങനെയാണെങ്കിൽ കടം മേടിച്ചാണെങ്കിലും കൈമടക്ക് കൊടുത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബൊക്കെയൊക്കെ കൊടുത്ത് നന്ദുവിനെ സ്വീകരിച്ചു. നന്ദു പറയുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് SI ആയി ചാർജ് എടുക്കുന്നത്. അപ്പോൾ ASI പറയുന്നുണ്ട് അതിനെന്താ സാർ, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ, ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും സാറിന് ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് അത് വേണം, നിങ്ങളൊക്കെ കൂടെ കാണണമെന്ന് പറഞ്ഞ് നന്ദു അകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പരാതിയുമായിട്ട് നിൽക്കുന്ന വേണുവിനെയും രേവതിയെയും കാണുന്നുണ്ട്. നന്ദുവിനെ കണ്ടതും രണ്ടും ഷോക്കടിച്ചതുപോലെ ആകുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള അവരുടെ നിൽപ്പ് കണ്ട് ചെറിയൊരു ചിരിയും വരുന്നുണ്ട് നന്ദുവിന്. പിന്നെ കുറച്ച് ഗൗരവത്തിൽ ASIയോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്ന്. അപ്പോൾ ASI പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു അവരോടും കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പക്ഷെ ഒന്നും മിണ്ടാൻ കഴിയാത്ത വിളറി വെളുത്ത് നിൽക്കുകയാണ് രണ്ടുപേരും. എന്നിട്ട് ASI ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ സാർ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്തത്. അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പരസ്യമായി പറയാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എങ്കിൽ നമുക്ക് അകത്തേക്കൊന്ന് സംസാരിക്കാം എന്ന് പറയുകയാണ്. പിന്നെ നന്ദു അവരുടെ പേര് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു അകത്തേക്ക് പോകുമ്പോൾ രേവതി വേണുവിനോട് പറയുന്നുണ്ട് നിങ്ങളില്ലേ ഞാനിവിടെ നിൽക്കാമെന്ന്. അത് കേട്ട നന്ദു ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് അടി കിട്ടിയിട്ടില്ലേ എന്ന് പറയുന്നുണ്ട് രേവതി. അപ്പോൾ നന്ദു പറയുന്നുണ്ട് എന്നാൽ പിന്നെ വേണുവേട്ടനും രേവതിയും കൂടി അകത്തേക്ക് വാ. അങ്ങനെ വേറെ വഴിയില്ലാതെ രണ്ടുപേരും അകത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് നന്ദു അവരോട് ഇരിക്കാൻ പറഞ്ഞിട്ട് പരാതിയൊക്കെ വാങ്ങുന്നുണ്ട്. പിന്നീട് നന്ദു തലകും വിലകും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. ഒടുവിൽ രക്ഷയില്ലാതെ രേവതിയും വേണുവും കൂടി പരാതി പിൻവലിച്ച് തിരിച്ച് പോകുന്നുണ്ട്. അങ്ങനെ അവർ വിഷമിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരെ കണ്ടത് അനാമിക ചോദിക്കുന്നുണ്ട് പരാതിയൊക്കെ കൊടുത്തോ എന്ന് ചോദിക്കുമ്പോൾ കൊടുത്തു എന്ന് പറയുന്നുണ്ട് വേണു. എന്നിട്ടെന്താ നിങ്ങളുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ലാത്തത് എന്ന് ചോദിക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ ചാർജ് എടുത്തത് പുതിയൊരു SI ആണ്, അതുകൊണ്ട് പരാതി കൊടുത്ത ഉടൻ തന്നെ അത് പിൻവലിക്കുകയും വേണ്ടി വന്നു. പിൻവലിച്ചെന്നു അത് എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ വേണുവും രേവതിയും പറയുന്നുണ്ട് അവിടെ SI ആയിട്ട് ചാർജ് എടുത്തത് മറ്റാരുമല്ല നമ്മുടെയൊക്കെ ശത്രുവായ നന്ദു തന്നെയാണ് എന്ന് കേട്ടപ്പോൾ അനാമികയ്ക്ക് അത് വിശ്വസിക്കാനേ കഴിയുന്നില്ല, വല്ലാത്ത ഷോക്കടിച്ചതുപോലെ ആകുന്നുണ്ട്. എന്നിട്ട് രേവതി പറയുന്നുണ്ട് എന്നാലും അവൾ ഈ സ്റ്റേഷനിൽ തന്നെ ചാർജ് എടുത്തല്ലോ മോളെ എന്ന് പറയുമ്പോൾ അനാമികയ്ക്ക് ആകെ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എല്ലാം ആ കിളവൻ്റെ പണിയാണ്, നല്ല പിടിപാടാണല്ലോ അങ്ങേർക്ക്. അന്നേരം വേണു പറയുന്നുണ്ട് മോളെ ഇനി പൊടിക്ക് ഒതുങ്ങി നടക്കുന്നതാണ് നല്ലത്. പിന്നെ കാണിക്കുന്നത് ജലജ നന്ദു അവിടെ വന്ന യൂണിഫോമിൽ വന്ന കാര്യമൊക്കെ അനിയോട് പറയുന്നുണ്ട്. ആ യൂണിഫോമിൽ നന്ദുവിനെ കാണാൻ ആഗ്രഹിച്ച അനിക്ക് അത് വളരെ വിഷമമാകുന്നു. ഉടനെ തന്നെ അനി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ASIയോട് പറയുന്നുണ്ട് എനിക്ക് SI സാറിനെ ഒന്ന് കാണണം, അനിയാണെന്ന് പറഞ്ഞാൽ മതി, SIക്ക് മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ASI പോയിട്ട് നന്ദുവിനോട് അനി വന്ന കാര്യം പറയുന്നുണ്ടെങ്കിലും നന്ദു അനിയെ കാണുവാൻ അനുവദിച്ചില്ല. അനിക്കാണെങ്കിൽ ആകെ വിഷമമായി, കുറച്ച് ദേഷ്യവുമുണ്ട്. എന്നിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഒരു SI ആയപ്പോഴേക്കും അവൾക്ക് എന്തൊരു അഹംഭാവമാണ്, ഏതായാലും അവളെയും കണ്ടിട്ടേ ഞാനിന്ന് പോകുന്നുള്ളൂ എന്നും പറഞ്ഞിട്ട് പുറത്തിങ്ങനെ നന്ദുവിനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.